സ്പിരിറ്റ് എന്ന ചിത്രത്തിലെ കുടിച്ചു വറ്റിച്ചും പുകച്ചു തള്ളിയും കാലം കഴിച്ച രഘുനന്ദനെ ഓർമ്മയില്ലേ? നഗരത്തിലെ ബാറുകളിൽ പതിവ് സന്ദർശകനായിട്ടും രഘുനന്ദൻ പെട്ടെന്നൊരിക്കൽ മദ്യപാനത്തോട് ഗുഡ് ബൈ പറഞ്ഞു. അമിത മദ്യപാനിയായ സുഹൃത്തിന്റെ അകാല മരണം തന്റെ മടിയിൽ ഏറ്റുവാങ്ങിയ നിമിഷത്തെ തീരുമാനമായിരുന്നു അത്. എന്നിട്ടും അയാൾ വീട്ടിലെ ചില്ലലമാരയിൽ വീര്യം നിറഞ്ഞ മദ്യക്കുപ്പികൾ സൂക്ഷിച്ചു വെച്ചു. എത്ര അവസാനിച്ചിട്ടും ഓർമ്മകളിലെങ്കിലും മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു അയാൾക്ക് സൂക്ഷിച്ചു വെക്കാൻ. അത് അയാളുടെ പ്രണയമായിരുന്നു. വിവാഹ ജീവിതത്തോളമെത്തി വഴിപിരിഞ്ഞ പങ്കാളിയെക്കുറിച്ചോർത്ത് അയാൾ ഒരിക്കലും നൊമ്പരപ്പെട്ടു കണ്ടിട്ടില്ല. പക്ഷെ ഒരിക്കൽ മാത്രം ആ പ്രണയത്തിന്റെ തീവ്ര നഷ്ടബോധം തീണ്ടി അയാൾ വേവുന്നത് പ്രേക്ഷകർ നേരിൽ കണ്ടു. അന്നേരം അയാൾക്കൊപ്പം ആ വരികളുമുണ്ടായിരുന്നു. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലരുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. റഫീഖ് അഹമ്മദിന്റെ കവിത തുളുമുന്ന വരികൾക്ക് ഷാബാസ് അമന്റെ ആർദ്രമായ ഈണം. ഒരിക്കൽ പരസ്പരം സ്നേഹിച്ചിരുന്ന, ജീവിതം പങ്കിട്ട രണ്ടുപേർ, രഘുനന്ദനും മീരയും. രഘുനന്ദനായി മോഹൻലാലും മീരയായി കനിഹയും. മദ്യപാനം സഹിക്കാനാവാതെ അയാളുടെ ജീവിതത്തിൽ നിന്ന് മകനെയും കൂട്ടി ഇറങ്ങിപ്പോയതാണവൾ. ഇന്നയാൾ മദ്യപാനിയല്ല, എന്നാൽ മീര രഘുനന്ദന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അലക്സിയുടെ ജീവിത പങ്കാളിയാണ്. അലക്സിക്കൊപ്പമുള്ള മീരയുടെ ജീവിതം നോക്കിക്കാണുന്നവർക്ക് അവൾ ഒരു കാലം മറ്റൊരാളുടെ ഭാര്യയായിരുന്നു എന്ന് തോന്നാറില്ല. മീരയുമായുള്ള കൂടിക്കാഴ്ചകളിൽ ഒരിക്കൽ പോലും രഘുവും അത് ഓർത്തു കാണില്ല. എന്നിട്ടും ആ രാത്രിയിൽ അവർ ഇരുവർക്കും അതോർക്കാതിരിക്കാനായില്ല. കാരണം കേൾക്കുന്ന വരികളിലത്രയും ഒരു കാലം അവരൊരുമിച്ച് ഓമനിച്ചൊരു പ്രണയമുണ്ടായിരുന്നു. ആ രാത്രിക്കും ആ കവിതയ്ക്കും വേണ്ടി ഒരു ഡ്രിങ്ക്സ് കഴിച്ചൂടെയെന്ന് മീര ചോദിക്കുന്നുണ്ട് രഘുവിനോട്. തന്റെ മദ്യപാനം എന്നേക്കുമായി അവസാനിപ്പിച്ചെന്ന് രഘുവിന്റെ മറുപടി പറയുമ്പോൾ അവൾ കളിയായി പറയുന്നുണ്ട്, ഈ ഒരു രാത്രിക്ക് വേണ്ടി ഒരു പെഗ്ഗെങ്കിലും ബാക്കി വെക്കാമായിരുന്നു എന്ന്. ഈ ഒരു രാത്രിക്ക് വേണ്ടി എന്നെയും ബാക്കി വെക്കാമായിരുന്നു എന്ന്. അതെ, ഒരുമിച്ച് ചേരാനാകാതെ പോകുന്ന ഓരോ പ്രണയവും എന്തോ ബാക്കി വെക്കുന്നുണ്ട്. ഒരു കാലത്ത് എന്റെ ഭാര്യയായിരുന്നവളെ, വരും ജന്മങ്ങളിൽ നമുക്ക് മുട്ടാം ഇതേ റോളിൽ എന്ന് പറഞ്ഞ് രഘു ഗുഡ് ബൈ പറഞ്ഞു. പിരിയുമ്പോൾ മനസ്സിൽ പടരുന്ന വിങ്ങൽ ഇതിലും ഭംഗിയായി എങ്ങനെ വരച്ചു കാട്ടാനാകും? തീവ്ര പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും നൊമ്പരം വരച്ചിടുന്ന വരികൾ, കവിതയുടെ ചാരുത ഒട്ടും നഷ്ടപ്പെടാതെയുള്ള ഷാബാസ് അമന്റെ ഈണം, വിജയ് യേശുദാസിന്റെയും ഗായത്രിയുടെയും ഘനസാന്ദ്രമുള്ള സ്വരം. പ്രണയത്തിന്റെ മാത്രമല്ല വിരഹത്തിന്റെയും സിംഫണിയായി ആ ഗാനം മാറി.